ഡിയർ ഫ്രണ്ട്സ്, ലേഡീസ് ലൈറ്റ് ഓഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 3 അളവുകൾ മാത്രം വെച്ച് എങ്ങനെ ഒരു നോർമൽ പാൻറ് കട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഫുൾ ലെങ്ത്ത്, ഷേപ്പ് റൗണ്ട്, ബോട്ടം റൗണ്ട് എന്നീ 3 അളവുകളാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇറക്കം, അരവണ്ണം, അടിവട്ടം, കാലിൻ്റെ ഭാഗത്തെ വട്ടം. ഈ 3 അളവുകൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. തുണിയെ 4ആയി മടക്കിയിടുക. മടക്കുവശം നമ്മുടെ ഭാഗത്തേക്ക് ആക്കുക. ചുളിവുകളില്ലാതെ വൃത്തിയായി നിവർത്തിയിടുക. ശേഷം അടിഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈന് കൊടുക്കുക. ഈ ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഈ 1.5 ഇഞ്ച് കാലിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ലൈന് കൊടുത്തതിൻ്റെ ശേഷം ഈ 1.5 ഇഞ്ചിൽ നിന്ന് മുകളിലേക്കാണ് നമ്മളുടെ കറക്റ്റ് ഇറക്കം മാർക്ക് ചെയ്യേണ്ടത്. എൻ്റെ കസ്റ്റമറുടെ ലെങ്ത്ത് 36 ഇഞ്ചാണ്. അത് ഈ 1.5 ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് 36 ഇഞ്ചിനെ ഞാൻ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ലെങ്ത്ത് അതിങ്ങനെ മാർക്ക് ചെയ്യാം. ശേഷം സ്കെയിൽ ഉപയോഗിച്ച് അവിടെ ഒരു ലൈൻ ഇടുക. ഇനി ഒരു 2 ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ എലാസ്റ്റിക് ഞാനൊരു 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഇടുന്നത്. അപ്പോൾ 2 ഇഞ്ച് അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ ഇടുന്നത് അതിനേക്കാൾ ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ കൂടുതൽ ഇട്ടോളൂ. ഇനി വേസ്റ്റ് നമ്മൾ 34 ഇഞ്ചാണ് കസ്റ്റമറുടെ വേസ്റ്റ്. അതിൻ്റെ കൂടെ 10 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 44 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4, അത് 4/1 ഭാഗം. അത് നമുക്ക് ഇനി കണക്ക് കൂട്ടാൻ അറിയാത്തവർ ടാപ്പിനെ 44 2ആയി പിടിക്കുക. ശേഷം ഒന്നുകൂടി മടക്കി 4 വശമായില്ലേ, അതിൽ 1 മുതലുള്ള ഭാഗം എടുത്താൽ 11 ഇഞ്ച്. ആ 11 ഇഞ്ചിനെ നമ്മൾ വേസ്റ്റ് ഭാഗത്ത് മാർക്ക് ചെയ്യുക. എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതിൻ്റെ കൂടെ 10 കൂട്ടി അതിന് ഡിവൈഡഡ് ബൈ 4 ചെയ്തതിന് ശേഷമാണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ക്രോച്ച് ലെങ്ത്താണ് വേണ്ടത്. നമ്മുടെ അടിവശത്തേക്കുള്ള ലെങ്ത്ത്, അര മുതൽ അടിവശത്തേക്ക് സീറ്റ് ഭാഗത്തേക്കുള്ള ലെങ്ത്ത്. അതിന് നമ്മളൊരു ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇറക്കം എത്രയാണോ ഇറക്കം അതിൻ്റെ കൂടെ 5 കൂട്ടുക, ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. അതായത് ഇവിടെ ഉള്ളത് 36 ഇഞ്ച് ഇറക്കമാണുള്ളത്. 36 + 5 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 13.25 കിട്ടും. ആ 13.25 ഇനി കണക്ക് കൂട്ടി എടുക്കാൻ അറിയാത്തവർ ലെങ്ത്തിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടുക. അത് എത്രയാണോ അതിനെ 3ആയി മടക്കുക. 3ആയി മടക്കിയ 1 മുതലുള്ള വശം ഏത് ഭാഗത്താണ് നോക്കുക. അവിടെ എത്രയാണ് എൻഡിൽ കിട്ടിയത് നോക്കുക. അപ്പോൾ 13.25 കിട്ടിയിട്ടുണ്ട്. ഇനി അത് 13.5 എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഒരു 1/4 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 13.25 മാർക്ക് ചെയ്യുന്നു, നീട്ടി വരക്കുന്നു. ഇനി ഈ ഒരു ഭാഗത്തുള്ള ലെങ്ത്ത് നമ്മൾ കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. ഇത് തടി കൂടുന്നതിനനുസരിച്ച് 1/2 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. ഇനി അതിനെ നമ്മൾ കർവ് ചെയ്ത് വരയ്ക്കുക. കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. ഈ 3 ഇഞ്ചൊക്കെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കണക്കാണ്. എനിക്ക് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇനി നമുക്ക് അടിഭാഗത്തെ വണ്ണം കാണണം. സാധാരണ രീതിയിൽ 8, 7, 6 ഒക്കെയാണ് വരാറ്. പക്ഷേ ഇവിടുത്തെ കസ്റ്റമറിന് ലേശം ലൂസ് വേണം. അവർക്ക് പലാസോ ആവാനും പാടില്ല, എന്നാൽ കുറച്ച് ലൂസ് വേണേനും. ടൈറ്റ് ചെയ്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞത് കാരണം ഞാൻ 9 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടുന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക. ഒരു ചെറിയ വര ചെറുതായിട്ട് ചെരിക്കുക അടിവശത്തെ ലൈനിലേക്ക്. ഇങ്ങനെ വെച്ചാൽ നമുക്ക് അപ്പോൾ അടിക്കണ സമയത്ത് അളവൊന്നും വേണ്ട. ഇനി കറക്റ്റ് ചെയ്തിട്ട് ആ ലൈനിലേക്ക് കൊടുക്കുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കട്ടിംഗ് ആണുള്ളത്, കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നാളെ വരുന്നുണ്ട്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൽ ഇലാസ്റ്റിക് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ആ ഒരു കട്ടിങ്ങും കൂടിയും കഴിഞ്ഞാൽ കട്ടിങ് കഴിഞ്ഞു. എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചാണ് നമ്മൾ എലാസ്റ്റിക് എടുക്കേണ്ടത്. ഇലാസ്റ്റിക്കിൻ്റെ വലിവ് നോക്കിയതിന് ശേഷം വേണം നമ്മൾ എടുക്കാൻ. നല്ല ലൂസ് ഉള്ളതാണെങ്കിൽ 1 ഇഞ്ചും കൂടി കൂട്ടിയെടുത്തോളൂ.